അനുഷ്ഠിക്കുന്ന ഒരു ക്ഷേത്രമാണ് പള്ളിയറക്കാവ് ഭഗവതി ക്ഷേത്രം. 2022 ഇവിടുത്തെ കമ്മിറ്റി മുന്നേ ഇരുന്ന കമ്മിറ്റി 2022 നമ്മുടെ പള്ളിയറക്കാവ് ക്ഷേത്രം കടക്കൽ പള്ളിയറക്കാവ് ക്ഷേത്രം പിന്നെ കടക്കൽ ദേവി ക്ഷേത്രം പള്ളിയറക്കാവ് തടിയിൽ നിർമ്മിച്ച ക്ഷേത്രം നശിച്ചു പോയിട്ടുള്ളതായിട്ടും അത് പുനരുദ്ധീകരിക്കണമെന്ന് പറഞ്ഞ് നമുക്കൊരു പേപ്പർ തന്നിട്ടുള്ളത്. അതിന് സ്പോൺസറായി ശ്രീ ജയചന്ദ്രൻപിള്ള എന്ന ആളിനെ ഭക്തനായി കൊണ്ടുവന്നിട്ടും അങ്ങനെ നമ്മള് പേപ്പർ വർക്കുകൾ അവിടെ ആരംഭിച്ച് തുടങ്ങി. ആ പേപ്പർ വർക്കുകൾ ആരംഭിക്കാൻ എനിക്കൊരു ഭാഗ്യമുണ്ടായി. പിന്നെ ദേവസ്വം ബോർഡിന്റെ ഉത്തരവോട് കൂടി ഈശ്വര പ്രാർത്ഥന ഈശ്വര പ്രാർത്ഥനയ്ക്ക് പ്രഭാകരമുള്ള സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനായി കടക്കൽ പഞ്ചായത്തിലെ ആത്രമോട് വാർഡ് മെമ്പർ ശ്രീ എം മാർജിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, അസിസ്റ്റന്റ് കമ്മീഷണർ, ഈ മഹനീയ ചടങ്ങ് നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ചു എത്തിച്ചേർന്നിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത്, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട ജയചന്ദ്രൻ, ശശിയണ്ണൻ, സ്പോൺസർമാരായിട്ടുള്ള പ്രിയപ്പെട്ട SDO, പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ധന്യ മുഹൂർത്തമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായ ആചാരങ്ങളുള്ള കടക്കൽ ക്ഷേത്രം ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് മാത്രം ദേവി ദർശനമുള്ള ക്ഷേത്രം. പള്ളിയറയ്ക്കുള്ളിൽ ദേവി കുടിയിരിക്കുന്നു എന്നതാണ് നമ്മുടെ വിശ്വാസം. ആ പള്ളിയുടെ ജീർണാവസ്ഥ ഒന്ന് ആഞ്ഞു തള്ളിയാൽ പൊളിഞ്ഞു പോകുന്ന തരത്തിലേക്ക് ആ പള്ളിയറ ജീർണിച്ച അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തരം വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളുള്ള ക്ഷേത്രത്തിൽ പള്ളിയറ പുതുക്കിപ്പണിയുക എന്നത് വളരെയധികം റിസ്ക്കുള്ള ഒരു പണിയായിരുന്നു. പലതരത്തിലുള്ള ആലോചനകൾ നടത്തി പുതുക്കി പണിയാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യം തന്ത്രിയുടെയും സ്ഥപതിയുടെയും ക്ഷേത്രത്തിലെ കുറുപ്പിന്റെയും ഒക്കെ തന്നെ അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് പള്ളിയറ പുതുക്കി പണിയുവാൻ തീരുമാനിച്ചു. അകത്ത് കണ്ടത് പുറത്തു പറയരുത് എന്ന ആചാരം നിലനിൽക്കുന്നതുകൊണ്ട് പള്ളിയറയ്ക്ക് സമാന്തരമായി, ഇപ്പോൾ നിലവിലുള്ള പള്ളിയറയ്ക്ക് സമാന്തരമായി ഒരു അറ അകത്ത് സൃഷ്ടിച്ച് അകത്ത് പുറത്തു നിന്ന് നിർമ്മിച്ച് അകത്ത് കൊടുത്ത് കുറുപ്പ് അങ്ങനെ ഒരു അറ സൃഷ്ടിച്ചതിന് ശേഷമാണ് പള്ളിയറയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. പള്ളിയറയുടെ പ്രവർത്തനത്തിന് ദേവസ്വം ബോർഡ് 13 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് ഇട്ടു.
13 ലക്ഷം രൂപ പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നതാണ് നിലവിലുള്ള കമ്മിറ്റിക്ക് വളരെ പ്രയാസമായിരുന്നു. അങ്ങനെയാണ് പള്ളിയമ്പലം ജയചന്ദ്രനെ കമ്മിറ്റി കൂട്ടായി സമീപിക്കുന്നത്. വളരെ സന്തോഷത്തോടെ പള്ളിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുകൊള്ളാൻ ജയചന്ദ്രൻ അറിയുകയും അതിന്റെ ഭാഗമായാണ് പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അതിന് തള്ളിയെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സഹായിച്ച ശശികല ഉൾപ്പെടെയുള്ള ആൾക്കാർ ധാരാളം ആൾക്കാരുടെ അത്തരത്തിലുള്ള സഹായം ഈ കാര്യത്തിൽ ഉണ്ടായി. 13 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് 23 ലക്ഷം രൂപയിലാണ് അവസാനിച്ചത്. പള്ളിയുടെ കൊടുത്തു തുടങ്ങിയപ്പോൾ അതിന്റെ മറ്റു ചില ഭാഗങ്ങൾ ഉത്തരം അങ്ങനെയുള്ള പടികളെല്ലാം കേടുപാടുകൾ സംഭവിച്ചു. അതെല്ലാം മാറ്റി 23 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഇന്ന് ഈ പള്ളിയുടെ നവീകരണം പൂർത്തിയായി. അതുപോലെ തന്നെ പള്ളിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി കൂടിയപ്പോൾ കൃഷ്ണശില പാകുന്നതിനുള്ള ആഗ്രഹം കൂടി കമ്മിറ്റി പ്രകടിപ്പിച്ചു. കൃഷ്ണശിലയെ ഒരു 4 ലക്ഷം രൂപയോളം 5 ലക്ഷം രൂപയോളം അതിന്റെ പ്രവർത്തനത്തിനാവും. അപ്പോൾ തന്നെ ആ കമ്മിറ്റി ഇരുന്ന ആൾക്കാര് അതിനെ സഹായം ചെയ്യാമെന്നേക്കുകയും അതും ഭംഗിയായി പൂർത്തീകരിക്കുവാൻ വേണ്ടി സാധിച്ചു. ഇത്തരത്തിലുള്ള ധാരാളം കഴിഞ്ഞ 2-3 വർഷക്കാലം സമാനതകളില്ലാത്ത ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കാണുന്ന 60 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കൂട്ടുപുരയുടെ നിർമ്മാണം, പിന്നെ ഇവിടെ സ്റ്റേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, തലീ ക്ഷേത്രത്തിലെ കാവ് ഈറ്റകേറി നശിച്ചുപോയ കാവിന്റെ നവീകരണം, നക്ഷത്ര വനം സ്ഥാപിക്കല്, നാഗരികാവിന്റെ പിന്നെ പുനർനിർമ്മാണം, മണിക്കിണർ, തന്ത്രിമഠം, സ്റ്റേജ്, ചുറ്റുമതില്, ഗേറ്റ് തുടങ്ങിയ തലീ ക്ഷേത്രത്തിലെ പ്രവർത്തനം, ശിവക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചു. അത് തുടർന്ന് വരുന്ന കമ്മിറ്റി അത് പൂർത്തീകരിക്കും. അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ ഭാഗമായിട്ട് നമുക്കിവിടെ നമ്മുടെ ഊട്ടുപുരയിൽ ആവശ്യമായ മേശ, കസേര എന്നിവ നൽകിയിട്ടുണ്ട്. നമ്മുടെ ക്ഷേത്രകുളത്തിൽ അപകടം ഉണ്ടാക്കാതിരിക്കുന്നതിന് വേണ്ടി ഗേറ്റ് പണിയണമെന്ന് നമ്മൾ പിന്നെ അപേക്ഷ നൽകിയിരുന്നു. അതും പണി പൂർത്തീകരിച്ച് നമുക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്ത് സംവിധാനം ഉപയോഗിച്ച് മറ്റൊരു ക്ഷേത്രത്തിലും ചെയ്യാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മളിവിടെ നടത്തിയിട്ടുണ്ട്. നമ്മുടെ ക്ഷേത്ര ചിറയ്ക്ക് ചുറ്റിലും നടപ്പാത, ഇരിപ്പിടങ്ങൾ, ഓപ്പൺ സ്റ്റേജ്, ഓപ്പൺ ജിമ്മ്, പുസ്തകങ്ങൾ എന്നിവ വെച്ചുപിടിച്ച് 1,20 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് ചെലവഴിച്ചാണ് ഈ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചത്. ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് 2 ലക്ഷം രൂപ ചെലവഴിച്ച് ഇപ്പോൾ ഒരു കുഴൽക്കിണർ ഈ ക്ഷേത്രത്തിൽ കുഴിച്ചിട്ടുണ്ട്. 3 ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിലെ ഈ ഹൈമാസ് ലൈറ്റുകളെ ചിറയിലെ വച്ചിരിക്കുന്ന വൈദ്യുത ലൈറ്റ് വഴി എല്ലാം തന്നെ കറണ്ട് ചാർജ് അടയ്ക്കുന്നത് കടക്കൽ ഗ്രാമപഞ്ചായത്താണ്. അതുപോലെ ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡുകളുടെ വികസന പ്രവർത്തനങ്ങൾ 10 ലക്ഷം രൂപ ചെലവഴിച്ച് ഈ ക്ഷേത്രത്തിന്റെ ബാക്കിലൂടെയുള്ള റോഡ് നവീകരിച്ചു. ഒരു 10 ലക്ഷം രൂപയുടെ ക്ഷേത്രത്തിൽ നിന്ന് മണലിലേക്ക് പോകുന്ന റോഡിന്റെ റീടാറിങ്ങിന് വേണ്ടി വച്ചിട്ടുണ്ട്. അപ്പോ ത്രിതല പഞ്ചായത്ത് സംവിധാനവും നമ്മുടെ ക്ഷേത്രത്തിന്റെ വികസന പ്രവർത്തനത്തിൽ പങ്കാളിയാകുന്നുണ്ട്. ഇങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ കമ്മിറ്റിയായാലും പഞ്ചായത്തായാലും ഒക്കെ തന്നെ നടത്തി വരുന്നുണ്ട്. ഞാൻ കൂടുതൽ കാര്യത്തിലേക്ക് കിടക്കുന്നില്ല. ഇപ്പൊ തന്നെ നമുക്ക് ഇത് കഴിഞ്ഞ അന്നദാനമുണ്ട്. അപ്പൊ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 23 ലക്ഷം രൂപ ചെലവഴിച്ച് നമ്മുടെ ഈ പള്ളിയട നവീകരിച്ച നമ്മുടെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ കൂടിയായിട്ടുള്ള പള്ളിയമ്പലം ജയചന്ദ്രനെ ആദ്യമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിന് അധ്യക്ഷൻ പദവി വഹിക്കുന്ന അസിസ്റ്റന്റ് കമ്മീഷനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് സമർപ്പണത്തിന് വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ക്ഷേത്രത്തിന്റെ ഏതാവശ്യവും അനുഭാവപൂർവ്വം പരിഗണിക്കുന്ന
ഈ ഈ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഈ ക്ഷേത്രത്തിൽ വർഷത്തിൽ ഒരിക്കൽ ക്ഷേത്ര ദർശനം നടത്തുവാൻ എത്തിച്ചേരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് PS പ്രശാന്തിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണശില പാകുന്നതിനെ സഹായിച്ച അഡ്വക്കേറ്റ് ചിത്ര S രാധാകൃഷ്ണൻ നായരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഋഷികേശൻ നായർ പാവല സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ബാബുരേയൻ പിള്ളയെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ അബി കോയമ്പത്തൂരിനെ സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ലളിതാഭായി പാവലയെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇതിന് നേതൃത്വപരമായ പങ്ക് വഹിച്ച് അക്ഷീണം കഷ്ടപ്പെട്ട ഉപദേശസമിതിയുടെ മുൻ പ്രസിഡന്റ് ശിവദാസിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സെക്രട്ടറി അനിൽകുമാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പ്രവർത്തനത്തിൽ എല്ലാ ദിവസവും പങ്കാളിയായിരുന്ന കാറ്റാടിമൂട് അനിൽകുമാറിനെ സ്വാഗതം ചെയ്യുന്നു. പ്രസീദിനെ സ്വാഗതം ചെയ്യുന്നു. സജിയെ സ്വാഗതം ചെയ്യുന്നു. ഉപദേശസമിതിയുടെ മുൻ അംഗങ്ങൾ, ഉത്സവ കമ്മിറ്റി അംഗങ്ങളായി പ്രവർത്തിച്ചവർ മുഴുവൻ പേരെയും ഹൃദയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിക്കുന്നു. നവീകരിച്ച ഇവിടെ പള്ളിയറയുടെ സമർപ്പണം ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുൻ അസിസ്റ്റന്റ് കമ്മീഷണർ ഉണ്ണികൃഷ്ണ സാറ്, SGO എന്നിവരെയും ഇവിടെ പങ്കെടുത്ത മുഴുവൻ പേരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിക്കും. നവീകരിച്ച പള്ളിയറയുടെ സമർപ്പണം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് ആരാധനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് അവരുടെ ആദരവോട് ക്ഷണിക്കും. വിളക്ക് പൂജ തുടങ്ങി. പൂജ അവരുടെ
പ്രിയപ്പെട്ട അധ്യക്ഷൻ, അസിസ്റ്റന്റ് കമ്മീഷണർ, ഇവിടെ ഈശ്വരപ്രവർത്തകരായ പ്രഭാകരനുള്ള സ്വാഗതം പറഞ്ഞ ജയൻ മഫി, വാർഡ് മെമ്പർ, ഈ നാടിന്റെ 10 ജനങ്ങളുടെ ചിരകാല അഭിലാഷമായിരുന്ന പള്ളിയറ, ആ പള്ളിയറ നവീകരിച്ച് അമ്മയ്ക്ക് മുന്നിൽ സമർപ്പിച്ച ശ്രീ പള്ളിയമ്പലം ജയചന്ദ്രൻ പിള്ള, അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിനകം കൃഷ്ണശിലഭാഗി നവീകരിച്ച് സമർപ്പിച്ച അഡ്വക്കേറ്റ് ചിത്ര എസ് രാധാകൃഷ്ണൻ നായർ, ശ്രീ ജയചന്ദ്രൻ പിള്ള പള്ളിയമ്പലം, ശ്രീ ഋഷികേശൻ നായർ, ശ്രീ ബാഹുലേൻ പിള്ള, ശ്രീ അബി, ശ്രീമതി ലളിതാഭായി, എന്റെ ഈ വേദിയിലിരിക്കുന്ന ഉപദേശ സമിതിയുടെ മുൻ ഭാരവാഹികൾ, നമ്മുടെ പ്രിയപ്പെട്ട മുൻ ഉപദേശ സമിതി പ്രസിഡന്റ് ശ്രീ വികാസ്, മുൻ ഉപദേശ സമിതിയുടെ സെക്രട്ടറി ശ്രീ അനിൽകുമാർ, മുൻ ഉപദേശ സമിതിയുടെ എല്ലാ ഭാരവാഹികൾ, ഈ ക്ഷേത്രത്തിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന മാധ്യമപ്രവർത്തകർ, എല്ലാം ഉപരിയായി കടക്കൽ അമ്മയ്ക്ക് ഊർജമായി, ഐശ്വര്യമായി, നിറഞ്ഞ മനസ്സുമായി എന്നെ മുന്നിലിരിക്കുന്ന അമ്മമാരെ, സഹോദരിമാരെ, ഭക്തജനങ്ങളെ, സുഹൃത്തുക്കളെ, നൂറ്റാണ്ടുകളിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു വൈശിഷ്ട്യമായ ചടങ്ങിലാണ് നമ്മൾ പങ്കെടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വന്നതിന് ശേഷം 1.5 വർഷമാണ്. ഈ 1.5 വർഷത്തിനിടയിൽ ഇത്തരമൊരു ചടങ്ങിൽ ഞാൻ പങ്കെടുത്തിട്ടേയില്ല. കാരണം ഒരു പള്ളിയറ നവീകരിച്ച് സമർപ്പിക്കുക എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളിൽ അത്യപൂർവമായി മാത്രം നടക്കുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായതിനു ശേഷം അങ്ങനെ പങ്കെടുക്കുന്ന ഒരു വൈശിഷ്ട്യമായ, അത്യപൂർവമായ ഒരു ചടങ്ങിന് അമ്മയുടെ തലയിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് നമ്മളെല്ലാം. ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ എത്രയോ വർഷത്തെ അഭിലാഷമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ ഈ ക്ഷേത്രത്തിൽ മാത്രം ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അകത്തുള്ളത് പുറത്തു പറയാൻ പാടില്ല. അപ്പൊ ആ ക്ഷേത്രത്തിന്റെ പള്ളിയറ നവീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി നേതൃത്വം കൊടുക്കുവാൻ എത്തിയവർ, അതിനുവേണ്ടി സമർപ്പിക്കുവാൻ എത്തിയവർ, അവർ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പുണ്യകർമ്മത്തിലാണ് തയ്യാറായിരിക്കുന്നത് എന്ന് പറയുവാൻ യാതൊരു. അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. നമ്മളെല്ലാം വിശ്വാസികളാണ്. വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഒരു റിസ്ക് അത് ഏറ്റെടുക്കുവാൻ വിശ്വാസമുണ്ടെങ്കിൽ പോലും ഭയക്കുന്ന ഒരു കാര്യമാണ്. കടക്കലമ്മയുടെ ശക്തി അത്രയാണ്. വിളിച്ചാൽ വിളിക്കേൽക്കുന്ന ദൈവം അമ്മയാണ് കടക്കലമ്മ. അപ്പൊ സ്വാഭാവികമായും നമ്മളുടെ എല്ലാവരുടെയും ഒരു ഭക്തി സ്വരൂപിണിയാണ് അമ്മ. ആ അമ്മയുടെ പള്ളിയറ തൊടുക എന്ന് പറയുന്നത് തന്ത്രിക്കും ഇവിടെ കുറുപ്പിനും ഒക്കെ എല്ലാവർക്കും ഭയഭക്തി ബഹുമാനത്തോടു കൂടി അത് ചെയ്യുവാൻ സാധിക്കും. അത് ഏറ്റെടുക്കുവാൻ മുന്നോട്ട് വന്ന ഉപദേശ സമിതി ഭാരവാഹികളുണ്ട്. മുൻ ഉപദേശ സമിതി ഭാരവാഹികൾ, പ്രസിഡന്റ് ശ്രീ വികാസ്, സെക്രട്ടറി ശ്രീ അനിൽ, അവരുടെ നേതൃത്വത്തിലുള്ള ഒരു ഉപദേശക സമിതി, അവരെ മുക്തകണ്ഠം അഭിവാദിക്കുവാൻ ഞാൻ വേറെ ആരും തയ്യാറാവില്ല. ഒപ്പം നമ്മുടെ ഈ കടക്കൽ നിവാസികളുടെ സ്വപ്നം മുഴുവൻ സഫലീകരിക്കുവാൻ കൂടെ നിന്ന ഒരു മനുഷ്യനുണ്ട്. പൂർണ്ണമായും ഇതിന് ചെലവായ തുക എത്രയാണോ അത്രയും
അത് ചെലവഴിക്കുവാൻ വേണ്ടി നിന്ന ശ്രീ ജയചന്ദ്രൻ പിള്ള, അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഭക്തജനങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുവാൻ ഞാൻ ഒപ്പം തന്നെ കൃഷ്ണശിലമാകുവാൻ വേണ്ടി ഒപ്പം നിന്ന ആളുകൾ ഞാൻ നേരത്തെ പേര് പറഞ്ഞു. അഡ്വക്കേറ്റ് ചിത്ര രാധാകൃഷ്ണൻ, ശ്രീ ജയചന്ദ്രൻ പിള്ള പള്ളിയമ്പലം, ശ്രീ വിശേഷൻ നായർ, ശ്രീ ബാബുലി പിള്ള, ശ്രീ അബി കോയമ്പത്തൂർ, ശ്രീ ലളിതപാടി, ഇവരെല്ലാം അപ്പൊ ഇവരെടുത്ത ഒരു റിസ്ക്, അതിന്റെ പുണ്യം, ഈ കലക്കലയുടെ അനുഗ്രഹം അവർക്കും അവരുടെ കുടുംബത്തിനും അവരുടെ വരുമ്പോകുന്ന തലമുറയ്ക്കും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഉണ്ടാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷേ അവർ ഈ റിസ്ക് എടുത്ത് ഇതൊക്കെ നമ്മളുടെ ഈ അഭിലാഷം പൂർത്തീകരിച്ച് വരുമ്പോൾ അവർക്ക് മാത്രമല്ല അതിന്റെ ഐശ്വര്യം കിട്ടുന്നത് ഈ കലക്കൽ നിവാസികൾക്ക് മുഴുവനാണ് ഈ ഐശ്വര്യം. അപ്പൊ അവരെടുത്ത ഒരു അധ്വാനമുണ്ടല്ലോ, ആ അധ്വാനം നമുക്ക് വേണ്ടിയിട്ടാണ്, ഈ കലക്കൽ നിവാസികൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി അഭിവാദം അർപ്പിക്കുവാനും അഭിനന്ദിക്കുവാനും ഹൃദയപൂർവ്വം ചേർത്ത് വയ്ക്കുവാനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ചേർത്ത് വയ്ക്കുവാനും ഞാൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാം, ഞാൻ 2010, 2009, 2008 കാലഘട്ടത്തിലൊക്കെ ഈ ക്ഷേത്രത്തിൽ ഉണ്ടാവാം. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ശേഷം മാത്രം ഈ അമ്പലത്തിൽ വരുന്ന ഒരാളല്ല. 2010-ലും 2009-ലും ഒക്കെ ഞാനിവിടെ വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും കാണാത്ത ഒരു സർവൈശ്വര്യവും നവീകരണവുമാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത്. 2010 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഒന്നുമില്ല. സത്യത്തിൽ കഴിഞ്ഞ ഒരു 10 വർഷക്കാലമാണ്, 10 വർഷം കൊണ്ടല്ലേ AC നിരന്തരമായി ഇവിടെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മുൻ AC-യാണ് ഉണ്ണികൃഷ്ണൻ. അന്ന് ഇവിടെ വരുമ്പോൾ ഈ നവീകരണ പ്രവർത്തനങ്ങളൊന്നുമില്ല. 10 വർഷക്കാലം കൊണ്ട് ഇത്തരം നവീകരണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത് എന്നിവിടെ സ്വാഗത ക്ലാസ്സിൽ പറഞ്ഞു. ഞാൻ അതിലേക്ക് പറയുന്നില്ല. എത്ര പ്രവർത്തനങ്ങളാണ് ഇവിടുത്തെ എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ഒരു ക്ഷേത്രം അതിന്റെ പൂർണ്ണമായ വികസനത്തിലേക്ക് എത്താൻ 3 കാര്യങ്ങൾ സമന്വയിച്ച് നടക്കാം. ഒന്ന്, അവിടേക്ക് ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങളുടെ നിറഞ്ഞ മനസ്സ്, ഭക്തജനങ്ങളുടെ സമർപ്പണം, ഭക്തജനങ്ങളുടെ അർച്ചന, അതിനെ വളരെ സുതാര്യമായി സംക്ഷിപ്തമായി കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന ഒരു പ്രദേശ സമിതി. 3, ദേവസ്വം ബോർഡ്. പിന്നെ ഒരു പ്രാദേശിക ഭരണസമിതി, പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ഇതെല്ലാം കൂടി തരുമ്പോൾ മാത്രമാണ് ഒരു ക്ഷേത്രം ഉത്തരോത്തരം നവീകരണത്തിലേക്ക് പോകുന്നത്. അങ്ങനെ നവീകരിക്കപ്പെട്ടാൽ മാത്രമേ അമ്മ കടയ്ക്കലമ്മയുടെ ഐശ്വര്യം ഒരു വിളക്കായി തെളിഞ്ഞു നിൽക്കുമ്പോൾ ഐശ്വര്യം ഓരോ കുടുംബത്തിലും ഓരോരുത്തരിലേക്കും വ്യക്തിപരമായിരിക്കും. അപ്പോ ഇത്രയും കാര്യങ്ങൾ സമന്വയിച്ച് തന്നാൽ മാത്രമേ ഒരമ്പലം ഉത്തരോത്തരം നവീകരണത്തിലേക്ക് പോകുള്ളൂ. അതെല്ലാം ഇവിടെ സാധ്യമായിരിക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇവിടെ ഈ കഴിഞ്ഞ 2-3 മാസങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാം. ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ, ആ സാങ്കേതികമായ പ്രശ്നങ്ങളുടെ പുറത്ത് ഈ കഴിഞ്ഞുപോയ ഉപദേശസമിതിയെ നമ്മൾ എന്തോരമാണ് വേട്ടയാടി. കടയ്ക്കലുകാർക്ക് പ്രശ്നമൊന്നുമില്ല, കടയ്ക്കലുകാർക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ കേരളം മുഴുവൻ അവരെ വേട്ടയാടിയുണ്ടായി. കൊലകാരന്മാരാണ്, കുഴപ്പക്കാരാണ്, അല്ലേ? പക്ഷേ അതൊക്കെയാണ് സത്യം. യാഥാർത്ഥ്യം കടയ്ക്കലുകാരുടെ മുന്നിലേക്ക് നമ്മൾ തുറന്നു പറയണ്ടേ. അവർ നടത്തിയ ധീരമായ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ പിന്തുണയോടുകൂടി, ഇവിടുത്തെ ഭക്തജനങ്ങളുടെ പിന്തുണയോടുകൂടി, ആ ഭക്തജനങ്ങളുടെ പിന്തുണയോടുകൂടി, ഇത്തരം സുമനസ്സുകളുടെ സഹായത്തോടുകൂടി അവർ നടത്തിയിട്ടുള്ള സേവനങ്ങൾ മുക്തകണ്ഠം പ്രശംസിക്കപ്പെടുന്നതാണ്. അത് നമുക്കിതൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് അവരെ ഈ നാട്ടിലെ ഭക്തജനങ്ങളെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം ചെയ്യുന്നു. നമുക്കറിയാം, ഈ ക്ഷേത്രകാര്യങ്ങൾ നമ്മൾ ഈ അമ്പലത്തിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ്, അമ്മയെ തൊടുവാൻ വേണ്ടിയിട്ടാണ്, സ്വച്ഛശാന്തമായ അന്തരീക്ഷത്തിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ കാരണം. പക്ഷെ പലപ്പോഴും ഇവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ദേവസ്വം ബോർഡിന് കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഏതാണ്ട് 1252 ക്ഷേത്രങ്ങൾ. ഇതിൽ കേവലം 50 ക്ഷേത്രങ്ങളിൽ മാത്രമാണ്
സ്വയം പര്യാപ്തമായിരിക്കണം. ഇവിടെ ഈ കടക്കരമ്മ ക്ഷേത്രം സ്വയം പര്യാപ്തമാണ്. 50 ക്ഷേത്രങ്ങളിൽ മാത്രമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രം എവിടെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം എവിടെയാണ്? ശബരിമലയാണ് അല്ലേ? ശബരിമലയിൽ ഒരു വർഷം നമുക്ക് കിട്ടുന്ന വരുമാനം 549 രൂപയാണ്. സീസണിൽ 70 ദിവസം. ഒരു വർഷമെല്ലാം എടുക്കുമ്പോൾ 600 കോടി രൂപയാണ് നമുക്ക് കിട്ടുന്നത്. ഈ പറയുന്ന 1252 ക്ഷേത്രങ്ങളിൽ കൂടി എല്ലാം കൂടി നമുക്ക് കിട്ടുന്നത്, അതിൽ ഏറ്റവും വരുമാനമുള്ള 50 ക്ഷേത്രങ്ങളാണ് പറഞ്ഞല്ലോ. ഈ 50 ക്ഷേത്രങ്ങളിൽ കൂടി നമുക്ക് കിട്ടുന്നത് 840 കോടി രൂപ മാത്രമാണ്. വെറും 840 രൂപ. ഈ 840 കോടി രൂപയിൽ ഞങ്ങൾക്ക് 6200ഓളം ക്ഷേത്ര ജീവനക്കാരുണ്ട്. 5000ഓളം ജീവനക്കാരായ പെൻഷൻ പറ്റിയ ആളുകളുണ്ട്. 2500ഓളം ഫാമിലി പെൻഷൻകാരുണ്ട്. അങ്ങനെ 14,000 കുടുംബങ്ങൾ പൂർണ്ണ സാമ്പത്തിക സുരക്ഷിതത്വ ബോധത്തോടുകൂടി കഴിഞ്ഞു പോകുന്ന ഒരു ആത്മീയ സ്ഥാപനം കൂടിയാണ്. എങ്ങനെ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം എങ്ങനെയാണ്? സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് തുല്യമാണ്. KSR റൂളാണ്. അപ്പൊ 840 കോടി രൂപയിൽ ഏതാണ്ട് 750 കോടി രൂപ നമ്മൾ ചെലവഴിക്കുന്നത് നമ്മുടെ 13,000 കുടുംബങ്ങൾക്കുള്ള പൂർണ്ണ സാമ്പത്തിക സുരക്ഷിതത്വത്തോടുകൂടി കഴിഞ്ഞു പോകാൻ വേണ്ടിയാണ്. 1952 ഹിന്ദു റിലീജിയസ് ആക്ട് അനുസരിച്ചാണ് നമ്മൾ രൂപീകരിച്ചിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ഇവിടുത്തെ നിയമനങ്ങളും ഇവിടുത്തെ ജീവനക്കാരും ആരാണ് എന്ന് ഞാൻ പറയുന്ന കാര്യമില്ല. അപ്പൊ 14,000 കുടുംബങ്ങൾ മാത്രമല്ല, അത് ഡയറക്റ്റായി ഇൻഡയറക്റ്റായോ പൂത്തട്ട് നടത്തുന്നവർ, ഇതിനകത്ത് പൂത്തട്ട് നടത്തുന്നവരുണ്ട്, പൂജാദിനങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്, ഭൂകൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുണ്ട്. അങ്ങനെ ഏതാണ്ട് ഒരു 15,000 കുടുംബങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്ന ഒരു സ്ഥാപനമാണ്. നിങ്ങൾക്കറിയാം ശബരിമല തീർത്ഥാടനം ഇപ്രാവശ്യം ഒരു അവസരം പോലും ഇല്ലാതെ അവിടെ എത്തിയ എല്ലാ ഭക്തജനങ്ങളും സംതൃപ്തരായി മല കയറിയ ഒരു കാലമാണ് കഴിഞ്ഞു പോയത്. അത് സാധ്യമായി തന്നെയാണ്. ദേവസ്വം ബോർഡിന്റെ മാത്രം കഴിവുകൊണ്ടാണ് അല്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ സർക്കാർ മുഖ്യമന്ത്രി, മറ്റു വകുപ്പ് മന്ത്രിമാർ ഇത്രയും മുൻകരുതലോടുകൂടി എത്രയും ആസൂത്രണമായി വർക്ക് നടത്തി ചെയ്യുന്ന മറ്റൊരു 70 ദിവസമാണ്. ഈ 70 ദിവസം ചെറുതും വലുതുമായ 35ഓളം ഡിപ്പാർട്ട്മെന്റുകൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എത്ര തവണയാണ് മീറ്റിംഗ്? ഞങ്ങളുടെ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി ശ്രീ ജെയിൻ പാസ്വാൻ എത്ര തവണയാണ് മീറ്റിംഗ്? അങ്ങനെ ചെറുതും വലുതുമായ 35ഓളം വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഉത്സവമാണ് ശബരിമല തീർത്ഥാടനം. ഏതാണ്ട് 13,000ഓളം പോലീസാണ് ഇത്തവണത്തെ സീസൺ വേണ്ടി നിയോഗിക്കപ്പെട്ടത്. ശബരിമലയിലും സന്നിധാനത്തും പമ്പയിലും നിരക്കിലുമായി മാത്രം 4,000 പോലീസുകാരാണ്. ആ 4,000 പോലീസുകാർക്ക് ഒരു ദിവസത്തെ മെസ് ഫീസ് എന്ന് പറയുന്നത് ഭക്ഷണം കഴിഞ്ഞ് കൊടുക്കുന്ന 100 രൂപയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആരോഗ്യവകുപ്പ്, വാട്ടർ അതോറിറ്റി, റവന്യൂ എല്ലാം കൂടി ഒരു 13,000-14,000 ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം. ഈ 70 ദിവസത്തെ ശമ്പളം എന്ന് പറയുന്നത്, ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത്, അലവൻസ് എന്ന് പറയുന്നത് കോടാനുകോടി രൂപയാണ്. ഇത് കൊടുക്കുന്നത് ആരാണ്? ഗവൺമെന്റാണ്. നമ്മൾ പറയുന്നു ശബരിമല തീർത്ഥാടനം ഗവൺമെന്റ് ചെയ്തു എന്ന് ചോദിക്കുകയാണ്. അങ്ങോട്ടേക്കുള്ള റോഡുകൾ, അങ്ങോട്ടേക്കുള്ള ഇലക്ട്രിക് ലൈൻ, അങ്ങോട്ടേക്കുള്ള വാട്ടർ ലൈനുകൾ, ഇതെല്ലാം ആരാണ് പൈസ മുടക്കി ചെയ്യുന്നത്? ഗവൺമെന്റാണ്. ഇടത്താവളങ്ങൾ, കഴക്കൂട്ടത്ത് നമ്മളൊരു ഇടത്താവളം കിഫ്ബിയിൽ നിന്ന് 141 കോടി രൂപ ചെലവാക്കി ഇടത്താവളം കഴക്കൂട്ടത്ത്, എരുമേലി, പമ്പയിൽ, നിലയ്ക്കലിൽ 141 കോടി രൂപ. അങ്ങനെ കോടാനുകോടികൾ രൂപ ചെലവാക്കി ഗവൺമെന്റ് ഒരു ഫെസ്റ്റിവൽ നടത്തുകയാണ് 70 ദിവസം. പക്ഷേ അപ്പൊ നിങ്ങളെല്ലാം ചോദിക്കുന്ന ചോദ്യമുണ്ട്, ശബരിമലയിൽ നിന്ന് ഇത്തവണ കിട്ടിയത് എത്ര രൂപയാണ്? 540 കോടി രൂപ. ശബരിമലയിൽ നിന്ന് മുഴുവൻ കിട്ടുന്നത് എത്രയാണ്? 600 കോടി രൂപ. ഇതിലേതെങ്കിലും ഒരു തുക, ഒരു ചില്ലിക്കാശ് പോലും ഗവൺമെന്റ് എടുത്തുകൊണ്ട് പോകുന്നില്ല എന്നുള്ളതാണ് പരമാവധി. അപ്പൊ ചോദിക്കും ഇത് എവിടെയാണ് പോകുന്നത്? അവിടെയാണ് ഞാൻ പറഞ്ഞത് 840 കോടി ഞങ്ങളുടെ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി മാത്രം 750 രൂപ. അങ്ങനെ വരുമ്പോൾ ഈ വരുമാനത്തിന്റെ 10% തുക പോലും നമുക്ക് നവീകരണ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഇവിടെ വരുമ്പോൾ കടക്കരമേൽ വരുമ്പോ എല്ലാം ഉണ്ടാകണം. സ്വാഭാവികമായി നമ്മളെല്ലാം ആഗ്രഹിക്കുക അങ്ങനെയുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ക്ഷേത്രം നവീകരിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്,
ഇവിടെ എത്തുന്ന അമ്മയുടെ മുന്നിലെത്തുന്ന ഭക്തജനങ്ങളുടെ നിറഞ്ഞ മനസ്സ്, നിങ്ങളുടെ അർച്ചന, നിങ്ങളുടെ സമർപ്പണം. 2, അതെല്ലാം സുതാര്യമായി കൈകാര്യം ചെയ്യുന്ന, അത് വലിയ പ്രശ്നമാണ്, സുതാര്യമായി കൈകാര്യം ചെയ്യുന്ന, സംശുദ്ധമായി കൈകാര്യം ചെയ്യുന്ന ഒരു ഉപദേശക സമിതി. 3, ദേവസ്വം ബോർഡ്. 4 ഞാൻ പറഞ്ഞു, തദ്ദേശ സമിതി. ഇത്രയും കാര്യങ്ങൾ സമന്വയിച്ച് വന്നാൽ മാത്രമേ ഒരമ്പലം നന്നായി പോവുകയുള്ളൂ. അത്തരത്തിൽ ഞാൻ പറയുകയാണ്, ഇവിടുത്തെ ഉപദേശക സമിതി, ഉപദേശക സമിതികൾ എത്രയോ മാതൃകാപരമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ വളരെ മാതൃകാപരമായി പ്രവർത്തിച്ചിരുന്ന ഒരു ഉപദേശക സമിതിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കോടാനുകോടി രൂപയുടെ വേതന പ്രവർത്തനം, കോടാനുകോടി രൂപയുടെ വേതന പ്രവർത്തനം. അത് പഞ്ചായത്തിനെ കൊണ്ടാണെങ്കിൽ അങ്ങനെ, ബ്ലോക്ക് പഞ്ചായത്ത് കൊണ്ടാണെങ്കിൽ അങ്ങനെ, ജില്ലാ പഞ്ചായത്തിനെ കൊണ്ട് 1,50,00,000 രൂപയുടെ പ്രവർത്തനങ്ങളാണ് ദേവസ്വം ബോർഡിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത്. അങ്ങനെ നിങ്ങൾ നോക്കൂ, ചരിത്രമാണ്. ഇതാ നിൽക്കുന്ന ഊട്ടുപുര 60 ലക്ഷം രൂപയുടെ ഊട്ടുപുരയാണ്. 60 ലക്ഷം രൂപയുടെ ഊട്ടുപുര ഇദ്ദേഹം AC ആയിരുന്ന അദ്ദേഹത്തിന് ഉപദേശസമിതി പെർമിഷൻ ചോദിക്കുന്നു, പെർമിഷൻ കൊടുക്കുന്നു. പെർമിഷൻ കൊടുത്ത 120ാമത്തെ ദിവസം, പെർമിഷൻ നൽകി 120ാമത്തെ ദിവസം ഈ ഊട്ടുപുര യാഥാർത്ഥ്യമായി എന്ന് പറഞ്ഞാൽ ചരിത്രമല്ലേ? അങ്ങനെ പൂർത്തിയാക്കിയ ഊട്ടുപുരയ്ക്ക് പാത്രങ്ങളും മറ്റ് സംവിധാനങ്ങളും ചെയ്യുവാൻ ദേവസ്വം 2 ദിവസം മുമ്പ്. അപ്പൊ അങ്ങനെയുള്ള ചരിത്രപരമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോയ ഒരു ഉപദേശ സമിതിയാണ് കഴിഞ്ഞുകൂടിയ ഉപദേശ സമിതി. പക്ഷേ ചെറിയ വിവാദങ്ങൾ, സാങ്കേതികമായ ചില പ്രശ്നങ്ങളാണ്, സാങ്കേതികമായ അതിന്റെ പേരിൽ നമ്മൾ ഒരുപാട് വേണ്ടയായി ഉപദേശ സമിതി. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉപദേശ സമിതിക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് മുദ്രത്തെ സെക്രട്ടറി അനിൽ, അങ്ങനെയുള്ള ഭാരവാഹികൾ എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉപദേശ സമിതി കഴിഞ്ഞ 10 വർഷമായി പ്രവർത്തിക്കുന്ന അവരെല്ലാം ഇവിടെ എത്തിയ ഭക്തജനങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി അഭിനന്ദിക്കുവാനും ഹൃദയത്തോട് ചേർത്ത് നിർത്തുവാനും നിങ്ങളുടെ കയ്യിൽ നന്ദി പറയുവാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഇനിയും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ഇവിടുത്തെ ഉപദേശ സമിതിക്കും ഇവിടുത്തെ ക്ഷേത്രത്തിൽ ഉണ്ടാകണമെന്ന് മാത്രം ദയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പൗരാണികമായ, ഈ വിശേഷമായ, നൂറ്റാണ്ടുകൾ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഈ അത്യപൂർവമായ ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടിയത് ഞാനും നിങ്ങളും ഒരു പുണ്യമായി കാണുകയാണ്. ആ ഒരു അമ്മയുടെ മുന്നിൽ സർവ്വം സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ പള്ളിയുടെ കാവ് അമ്മയുടെ മുന്നിൽ ഇവരോടൊപ്പം നേതൃത്വം നൽകിയ ശ്രീ ജയചന്ദ്രനും മറ്റ് സ്പെഷ്യലഭാവിയെ നേതൃത്വം നൽകുവാനും നിങ്ങളോടൊപ്പം തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നന്ദി, നമസ്കാരം. അടുത്തതായി ഈ പള്ളിയറ ഇവിടെ അമ്മയ്ക്ക് സമർപ്പിച്ച ശ്രീ പള്ളിയമ്പലം ജയചന്ദ്രൻ പിള്ളയ്ക്കുള്ള ആദരവാണ്. അത് ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ കുടുംബം കൂടി ഈ വേദിയിലേക്ക് കടന്നു വരണം. അടുത്തതായി 1ാം നമ്പർ കുതിര കമ്മിറ്റി ശ്രീ ജയചന്ദ്രൻ പിള്ളയെ ആദരിക്കണം. ജയചന്ദ്രൻ പിള്ളയെ കർണാടക എണീറ്റ് ആദരിക്കുന്നു.
ആശംസ അർപ്പിക്കാനായി ജയിക്കുന്നതിലൂടെ കഴിയും. ഞാൻ ഈ പൊന്നാട മാറ്റുന്നില്ല. കാര്യം എനിക്ക് പൊന്നാട തന്നത് നിങ്ങളാണ്. അപ്പൊ ഞാൻ ഈ പൊന്നാട ഇത് എല്ലാവർക്കുമായി സമർപ്പിക്കുന്നു. അമ്മേ ഭഗവതി, ഞങ്ങളെല്ലാവരെയും നന്നായി കാത്തുപോണേ. എനിക്ക് സത്യത്തിൽ സംസാരിക്കാൻ ഒരുപാടുണ്ട്, ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം 2 ദിവസമായി എന്റെ മനസ്സ് ഒരു ഉത്സവത്തിന്റെ ഒരു പ്രതീതിയാണ്. കാരണം ഒരു 1-2 വർഷമായി ഈ ഒരു പ്രോജക്റ്റുമായിട്ട് ഞങ്ങൾ നടക്കുന്നു. അതിനെ ഒരു കംപ്ലീറ്റ് എത്തിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾ കച്ചവടക്കാരനായതുകൊണ്ടാവാം, ഒരു റിസൾട്ട് കിട്ടുന്നത് അതുവരെ നമുക്കൊരു വല്ലാത്ത ആകാംക്ഷയാണ്. ഇന്നാണ് നമുക്ക് സത്യത്തിൽ അതിന്റെ റിസൾട്ട് കിട്ടുന്നത്. സാറ് വന്നതൊന്ന് നടത്തി തന്നപ്പോ ആ റിസൾട്ട് പൂർണ്ണമായി നമുക്ക് കിട്ടും. പക്ഷെ ആ റിസൾട്ടിൽ ഒരേ ഒരു വിഷമേ ഉള്ളൂ, ഞാൻ ഇതിനകത്ത് പൈസ മുടക്കി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് അധ്വാനിച്ച വ്യക്തികളുണ്ട്. നമ്മൾ വളരെയധികം അഭിമാനിക്കേണ്ട, അല്ലെങ്കിൽ അവരെ നമ്മൾ വളരെയധികം വില കൊടുക്കേണ്ട ചില വ്യക്തികൾ ഇതിനകത്തുണ്ട്. ഉപദേശക സമിതി പ്രസിഡന്റ് ശ്രീ എസ് വികാസ് എന്റെ ഒരു അനുജനായിട്ടാണ് ഞാൻ കരുതുന്നത്. പലരും പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇന്നും എന്തുകൊണ്ട് ഒരു വിശേഷം എന്ന് ചോദിച്ചാൽ അണ്ണാ എന്ത് വേണം എന്ന് ചോദിക്കുന്ന ഒരു അനുജനാണത്. നമുക്ക് എന്തും കമാൻഡ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് കാവലാളായി കൂടെ നിൽക്കുന്ന. എനിക്ക് തോന്നുന്നു ഇവിടെ അമ്പലത്തിൽ വന്നിട്ട് പലരും നമ്മളാരും ചീത്ത വിളിക്കാത്തത്, അല്ലെങ്കിൽ നമ്മളെ എല്ലാവരും ബഹുമാനിക്കുന്നത്, സ്ത്രീകൾക്കൂടെ ഒന്ന് സുരക്ഷിതമായി തൊഴുതു പോകാൻ പറ്റുന്നത് ഒക്കെ വികാസ് ഇവിടെ ചുമ്മാ ഒന്ന് കൈ കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നാൽ മതി. നമുക്കത് ഫീൽ ചെയ്തില്ല, പക്ഷെ അതൊരു സത്യമാണ്. എനിക്ക് ഇന്നലെ അമ്പലമുറ്റത്ത് ഞാൻ നിൽക്കുമ്പോ ഒരു ഫാമിലിയോട് ചുമ്മാ ഞാനൊന്ന് സംസാരിച്ചു. അപ്പോഴാണ് പുള്ളി ഈ കഥ എന്നോട് പറഞ്ഞത്. ചേച്ചി അതിനകത്തൊരു പ്രത്യേക കാര്യമുണ്ട്. വികാസത്തിലേക്ക് ഒന്ന് ചുമ്മാ നടന്നു പോകുമ്പോൾ നമുക്കൊരു സേഫ്റ്റി ഫീലിങ്സ് ആണ്. അപ്പം നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വം ഏറ്റെടുത്തിരിക്കുന്ന ജവാന്മാരെ പോലെയാണ് നമ്മുടെ വികാസ്. അതുകൊണ്ട് വികാസിനെ ഈ വേദിയിൽ ഇരുത്തണമെന്ന് മാത്രമല്ല, എന്നേക്കാൾ ഉപരി നിങ്ങൾ വികാസിന് വാല്യൂ കൊടുക്കുകയും വേണം. കാര്യം വികാസിന്റെ നേതൃത്വത്തിലാണ് ഈ അറപ്പുര മാത്രമല്ല ഈ കാണുന്നതെല്ലാം ഇവിടെ ഉണ്ടായത്. കാര്യം നമുക്കൊരു വീട് പണിയുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്തൊക്കെയാണ്? നമ്മൾ വെറുതെ ചിന്തിച്ചു, ഒരു വീട് പണിയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ? പൈസ മാത്രം മതിയോ വീട് പണിയാൻ? പോരാ. ഒരു വീട് പണിയണമെങ്കിൽ നമുക്ക് മണ്ണ് മാന്തി തുടങ്ങുന്ന സമയം മുതൽ, ബേസ്മെന്റ് മുതൽ, അതിന് വെള്ളം കൊണ്ടുവരുന്നത് മുതൽ എല്ലാ കാര്യങ്ങളും ഓർത്ത് കറക്റ്റ് ചെയ്യാനായിട്ട് ഒരു കൂട്ടം ആൾക്കാരുടെ പ്രയത്നമുണ്ട്. ആ ഒരു കൂട്ടം ആൾക്കാരെ സംഘടിപ്പിക്കുവാൻ ഒരാളിന്റെ തലയിൽ നിന്ന് ഓരോ കാര്യങ്ങളും ഉണ്ടാകാം. അത് നമ്മുടെ വീട്ടിലെ കുടുംബനാഥനാണ് അത് ശ്രമിക്കുന്നത്. അമ്മ അതിനെ സഹായം ചെയ്യും. അങ്ങനെയല്ലേ അത് റെഡിയാവുന്നത്. അതുപോലെ വികാസ്, നമ്മുടെ അനിലേട്ടൻ, ഇവരൊക്കെ ഇതിനകത്ത് ഒരുപാട് പേര്, നമ്മുടെ വെള്ളാറോട്ട് അനിയണ്ണൻ, മർഫി, ഞാൻ പേരിട്ട് പറയുന്നത് വർമ്മോറേട്ടൻ, എല്ലാവരും, പക്ഷെ ഒരാളെ പോലും വിട്ടുപോകാൻ പറ്റില്ല. അത്രയും അവര് പ്രയത്നിച്ചിട്ടാണ് ഈ അറപ്പുര ഇവിടെ പണിത് എടുത്തത്. പക്ഷെ വളരെ വളരെ യാദൃശ്ചികമായിട്ട് അമ്പലത്തിൽ ഒരു ക്ഷേത്രത്തില് ഒരു പാട്ട് പാടി എന്നുള്ളത് കാരണം കൊണ്ട് ആ പാട്ട് ഇവിടുത്തെ നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ ഈ കടക്കമ്മയുടെ നാട്ടിലൊരു പ്രത്യേകത എന്താ? നമ്മുടെ പാർട്ടിക്ക് ഒരു വലിയ ഒരു സ്ഥാനമുണ്ട്. ഞാൻ രാഷ്ട്രീയം പറയുകയല്ല കേട്ടോ. ഒരു പയ്യൻ വന്നൊരു പാട്ട് പാടി, ആ പാട്ട് പാടിയതുമായി ബന്ധപ്പെട്ടാണ് ഒരു വിപ്ലവം ഉണ്ടായത്. അതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റിന് തന്നെ ഉപദേശക സമിതി പിരിച്ചുവിടേണ്ടി വന്നു. അത് ന്യായമായും അങ്ങനെ ചെയ്യാൻ പറ്റും. കാര്യം ഒരു വിഷയം ഉണ്ടാവുമ്പോൾ ആ വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പലർക്കും പല അഭിപ്രായമായിരിക്കും. ഉപദേശക സമിതി പിരിച്ചുവിട്ടു. പക്ഷെ ഉപദേശക സമിതി പിരിച്ചുവിട്ടെങ്കിലും അവരെ നമ്മൾ ബഹുമാനിക്കണം. അവരാരും വീട്ടിൽ പോയില്ല. അവര് ഉപദേശക സമിതി പിരിച്ചുവിട്ടെങ്കിലും ഈ സമൂഹത്തിലെ ഓരോ വ്യക്തിയായി നിന്ന് ഈ വിഷയം ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കാനുള്ള ഈ വേദി വരെ ഒരുക്കി ഇന്നും കാതലായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. അവരെ ബഹുമാനിക്കട്ടെ. നിങ്ങൾ അവർക്ക് കൈകൊടുത്ത് നാളെയും അവർ നമ്മുടെ മുമ്പിൽ വരണം. നമുക്ക് കാവലാണവർ, നമുക്ക് വേണ്ടി പൈസ പിരിക്കണമവർ, നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യണമവർ. അവരാണ് നമ്മുടെ നേതൃത്വം. എനിക്ക് ശ്രീ വികാസിനെയും അനിലേനെയും ആദരിച്ചതിന് ശേഷമേ ഇനി 2 വാക്ക് പറയാൻ പറ്റൂ.
അതെ, 13 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഇതിനെ നയിച്ചിരുന്നത്. ആ 13 പേരിൽ ഉണ്ടാകണം ഈ സ്റ്റേജിൽ എന്ന് ആഗ്രഹിക്കുന്നു. 13 അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ 2 പേർക്ക് ഈ ഷാൾ വാങ്ങിയത് വേണോ? ഓക്കെ സന്തോഷം. ഇങ്ങനെ ഒരു പ്രവൃത്തി ഞാൻ ചെയ്യുമ്പോ നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിന്റെ ഒരു സപ്പോർട്ടാണ്. അപ്പൊ എന്റെ ഭാര്യ എന്നോടൊപ്പം പറഞ്ഞു, കുഴപ്പമില്ല, എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. അപ്പം എന്റെ കുടുംബം എന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ പറ്റിയത്. ഞാൻ ഒരു റിക്വസ്റ്റ് കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. ഞാൻ യാത്ര ചെയ്യുന്ന ഒരാളാണ്. സാർ നേരത്തെ പറഞ്ഞ കണക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാര്യം സാർ പറഞ്ഞു, ആസ്തി പറഞ്ഞു, അതിന്റെ ലയബിലിറ്റീസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്കൊരു ആഗ്രഹമുള്ളത്, ഞാനൊരു ചെറിയ കക്ഷിയാണ്, ഒന്നുമില്ല, ഒരു കുഞ്ഞൊരു ജ്യോതിഷ ഷോപ്പ് നടത്തിക്കൊണ്ട് പോകുന്ന ഒരാളാണ്. നമുക്ക് എല്ലാവർക്കും കപ്പാസിറ്റി ഉണ്ട്, എല്ലാവർക്കും. ഒരാൾക്ക് പോലും കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളില്ല. പക്ഷെ നമ്മൾ എല്ലാവരും കൂട്ടായി ഒന്ന് പരിശ്രമിച്ചാൽ ഈ ക്ഷേത്രം ഒരു എന്താ പറയാ, ലോകത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്ഷേത്രമായി മാറും. കാരണം എന്ന് അറിയാമോ? നമ്മുടെ അമ്മയ്ക്ക് ഒരു ശക്തിയുണ്ട്. നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, വിളിച്ചാൽ വിളി കേൾക്കും, നിലച്ചാൽ മുന്നിലെത്തും. അതാണ് കടക്കലമ്മ. അപ്പൊ ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി അമ്മയുടെ മകൻ എന്നുള്ള രീതിയിൽ, ഭക്തൻ എന്നുള്ള രീതിയിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ആണെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും എന്റെ അഭിവാദം. അടുത്തത് ഈ ക്ഷേത്രത്തിൽ കൃഷ്ണശില ഭാവി അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയവരെ ആദരിക്കലാണ്. ഇവിടെ കൃഷ്ണശില ഭാഗ്യത്തിന് സാമ്പത്തികം ചെലവാക്കിയവർ അഡ്വക്കേറ്റ് ചിത്ര എസ് രാധാകൃഷ്ണൻ നായർ സർ, ശ്രീ ജയചന്ദ്രപിള്ള പള്ളിയമ്പലം കടയ്ക്കൽ, ശ്രീ ഋഷികേശൻ നായർ പാവല്ല, ശ്രീ ബാബുലേൻ പിള്ള ബി ഹൗസ് ആക്രമോട്, ശ്രീ അബി കോയമ്പത്തൂർ, ശ്രീമതി ലളിതാഭായി പാവല്ല. ഇത്രയും പേര് ഈ വേദിയിലേക്ക് കടന്നു വന്ന് ഈ ആദരവ് ഏറ്റുവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ നിർമ്മാണ പ്രവർത്തനത്തിന് സഹായിച്ച ശ്രീ ശശിധരൻ സാറിനെയും ആദരിക്കുന്നു. പള്ളിയറയുടെ നിർമ്മാണം നടത്തിയവർ ശ്രീ ശ്രീനിവാസനാചാര്യ മലപ്പുറം, ശ്രീ സന്തോഷ്, ശ്രീ ചന്ദ്രൻ മേശ്രി, ശ്രീ ഉപേന്ദ്രൻ, ശ്രീ രാജൻ മേശ്രി, പെയിന്റർ ശ്രീ ഷൈജു, ശ്യാമള എന്നിവരാണ്. അവരെയും ഈ യോഗത്തിൽ ആദരിക്കുന്നു. അവർ ഈ വേദിയിലേക്ക് കടന്നു വരണം.
ശ്രീ ഉണ്ണികൃഷ്ണ സാറിനെ ആദരിക്കുന്നു. ഞാന് നമ്മുടെ ഉപദേശക സമിതിയുടെ പ്രസിഡന്റും സെക്രട്ടറിക്കും വേണ്ടിയിട്ട് ഓരോ കിലോ ഗോൾഡ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയൊരു ഗോൾഡാണേ, ഓരോ കിലോ എന്ന് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. എന്നുവെച്ചാൽ ഒരു 100 മില്ലി നമുക്ക് കൂട്ടാം. ചെറിയൊരു കോയിൽ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ അവർക്ക് നിങ്ങളുടെ പെർമിഷനോടൊക്കെ കൊടുക്കുകയാണ്. കാര്യം അവരൊരു ബൂസ്റ്റ് ചെയ്യണ്ടേ നമുക്ക്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ അമ്പലത്തിന്റെ കാര്യങ്ങൾ ചെയ്യാനല്ലേ. പറയ്, നിങ്ങൾ പറ. ഉണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെ നമ്മൾ ബൂസ്റ്റ് ചെയ്യണം. സബ് ഓഫീസർ രാധാകൃഷ്ണൻ സാറിനെ ആദരിക്കണം. നമ്മുടെ ഈ ക്ഷേത്ര വികസനത്തിന് വേണ്ടി എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്ന സാറാണ്. ഈ യോഗത്തിന്റെ ഏറെ ബഹുമാനിയായ അധ്യക്ഷ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ചാർജ് വഹിക്കുന്ന ശ്രീമതി യശോദ, ഈ സമ്മേളനം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് സാർ, കടക്കലമ്മയുടെ ശ്രീകോവിൽ പള്ളിയറ നിർമ്മിച്ച് സമർപ്പിച്ച ശ്രീ ജയചന്ദ്രപിള്ള പള്ളിയമ്പലം ജുവലേഴ്സ് അടക്കം ഈ വേദിയിൽ സദസ്സിലുള്ള സമാരാധരായ ഭക്തജനങ്ങൾ, ഏറെ അഭിമാനത്തോടും അതോടൊപ്പം ഏറ്റവും സന്തോഷത്തോടും കൂടിയാണ് ഈ വേദി ഞാൻ പങ്കിടുന്നത്. കാരണം ഈ ക്ഷേത്രവുമായി ഏതാണ്ട് 25 വർഷത്തിലധികം കാലത്തെ ഒരു അടുപ്പമാണ് എനിക്കുള്ളത്. അതിനുപരി കടക്കലമ്മയുടെ ഒരു ഭക്തൻ കൂടി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ക്ഷേത്ര ജീവനക്കാരനായി ഏതാണ്ട് 2000 കാലഘട്ടത്തിൽ ജോലി നോക്കിയ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് 2025 എത്തുമ്പോഴേക്കും ഏതാണ്ട് 5 വർഷത്തോളം ഈ ക്ഷേത്രത്തിന്റെ ഭരണകാര്യങ്ങളിൽ സാന്നിധ്യം വഹിക്കാൻ ഭാഗ്യം കൂടി സിദ്ധിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം അതിനൊരു പരിധി വരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അനുവാദം വാങ്ങുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഭാഗമാകാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു കാര്യം. 2022 നമ്മളിവിടെ കാണുന്ന നമ്മുടെ അമ്മയുടെ ഊട്ടുപുര, ആ ഊട്ടുപുര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായിരുന്ന ഉപദേശസമിതി, ആ ഉപദേശസമിതിയുടെ ഭാരവാഹികൾ ഉപദേശസമിതിയുടെ പൂർണ്ണമായ ചെലവിൽ അത് നിർമ്മിച്ച് സമർപ്പിക്കാമെന്ന് പറഞ്ഞ് ഒരു അപേക്ഷ അസിസ്റ്റന്റ് കമ്മീഷണറായി എനിക്ക് തരികയും ആ അപേക്ഷയിൽ ഏതാണ്ട് 2-3 ദിവസം കൊണ്ട് തന്നെ തീരുമാനം എടുപ്പിച്ച് അത് അനുവാദ ഉത്തരവ് കൊടുക്കാനും അതുവഴി അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന ശ്രീ അനന്തപുരം സാറിനെ കൊണ്ടുവന്ന് അതിന്റെ ശിലാസ്ഥാപനം നടത്തുകയും ശിലാസ്ഥാപനം നടത്തി 120-ാം ദിവസം നമുക്ക് ഈ ഊട്ടുപുര ഇവിടെ നാടിന് സമർപ്പിക്കാനും കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതൊരുപക്ഷെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിലെ ഒരേ ഒരു സംഭവമാണ്. നിർമ്മാണം തുടങ്ങി 120 ദിവസം കൊണ്ട് ഒരു ഊട്ടുപുര നിർമ്മിച്ച് സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് അത്രയും ആർജവത്തോടുകൂടി പ്രവർത്തിക്കാൻ
സന്നദ്ധമായ ഒരു ഉപദേശസമിതിയാണ് ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ഏതൊരു ക്ഷേത്രത്തിന്റെയും വികസന കാര്യങ്ങളിൽ ഇവിടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് പരിമിതികളുണ്ടെങ്കിൽ പോലും വികസന കാര്യങ്ങളിൽ എന്നും ഉപദേശസമിതികൾക്ക് അനുകൂലമായി തീരുമാനമെടുക്കാനും അതിനുവേണ്ട സാമ്പത്തിക സഹായം അടക്കം ചെയ്യാനും മനസ്സുള്ള ഒരു സമിതിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. തീർച്ചയായിട്ടും ഇവിടെ കടയ്ക്കൽ എന്ന് പറയുമ്പോൾ ക്ഷേത്രങ്ങളുടെ ഒരു സങ്കേതം തന്നെയാണ്. ഒരു 50 മീറ്റർ ചുറ്റളവിലായിട്ട് അതിന്റെ 4ഓളം ക്ഷേത്രങ്ങൾ ഇവിടെ പ്രവർത്തിക്കും. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടെ, അതായത് ഇപ്പോ കാലാവധി റദ്ദാക്കി പോയ ഉപദേശസമിതിയുടെ നേതൃത്വത്തിലുള്ള ഭരണസാന്നിധ്യത്തിലുള്ള ആളുകൾ വന്നതിന് ശേഷം ഒട്ടനവധി വികസന കാര്യങ്ങളാണ് നടത്തിയത്. അതിൽ ഏറ്റവും ഭരണപുണ്യമായ ഒരു കാര്യമാണ് ഇന്നിവിടെ നടന്നത്. ഒരു മനുഷ്യായുസ്സിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന, അല്ലെങ്കിൽ ഇത്തരം ഒരു ചടങ്ങിൽ നമുക്കൊക്കെ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ മുൻജന്മ സുഹൃതമാണ്. തീർച്ചയായിട്ടും ഈ ജന്മത്തിൽ ഇങ്ങനെ ഒരു പള്ളിയോട സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ച നമ്മൾ ഓരോരുത്തരും പുണ്യം ചെയ്തത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇവിടെ നടന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒരു മുന്നുദ്യോഗസ്ഥൻ, ഞാൻ ഇപ്പൊ കഴിഞ്ഞ മെയ് 30 സർവീസിൽ നിന്ന് ജയിപ്പിച്ച ഒരാളാണ്. എങ്കിലും ഇന്ന് രാവിലെ മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്ത് ആ ചടങ്ങ് പൂർത്തിയാക്കുന്നതിന് ഞാൻ ഓടുകയായിരുന്നു. കാരണം എനിക്ക് അതിനേക്കാൾ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ ഈ ചടങ്ങിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഓടിയെത്തിയത്. വികാസങ്ങൾ പറഞ്ഞു, സാർ വരുന്നതിൽ വരെ 11 മണി അവിടെ വന്നതിന് ശേഷം തുറന്നു 12 മണിക്ക് ഓടി വരുമ്പോ എന്തായാലും ശരി ഇവിടെ നിന്ന് 2 വാക്ക് സംസാരിക്കാനും ഈ പ്രവർത്തനങ്ങളിലെല്ലാം ചെറിയെങ്കിലും ഒരു സഹായം ചെയ്യാൻ, അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തമായിരുന്നു എന്നുള്ളൊരു വൈദ്യുതയാണ്. അത്തരം പ്രവർത്തനങ്ങൾ സ്വീകരിക്കാൻ എനിക്കും കൂടി അവസരം ഉണ്ടാക്കി തന്ന ഈ നാട്ടിലുള്ള ഒരു ഉപദേശസമിതി ഭാരവാഹികൾക്കും ഈ നാടിനും ഭർത്താർക്കും ഭക്തജനങ്ങൾക്കും എല്ലാം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗത്തിന്റെ കൃതജ്ഞത പറയുന്നതിന് സബരിഭോഗത്തിന് ചാർജ് വഹിക്കുന്ന ശ്രീ തുളസി. ഇവിടെ എത്തിച്ചേർന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവർകൾ, ബഹുമാനപ്പെട്ട PS പ്രശാന്ത് സർ അവർകൾ, ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, മുൻ ഉപദേശ സമിതി ഭാരവാഹികൾ, ഈ സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്ത ഈ വേദിയിൽ സദസ്സിലിരിക്കുന്ന എല്ലാ പേർക്കും ആത്മാർത്ഥമായി കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അവിടെ പോയിട്ട് കാണാൻ നല്ല അത് വരുന്നു. അത് യോഗ നടപടികൾ അവസാനിച്ചു. കൂട്ടുപുലയിൽ അന്നദാന ചടങ്ങ് നടന്നു വരികയാണ്. എല്ലാ ഭക്തജനങ്ങളും അന്നദാനത്തിൽ പങ്കെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, അന്നദാന പുരയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഞങ്ങൾ ഊട്ടുപുരയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 1 മണിയോട് അടുക്കുന്നു. അവിടെ അന്നദാനം ആരംഭിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. വലിയ ഒരു നീണ്ട നിര തന്നെയാണ്. നമുക്ക് ഗ്രൗണ്ടിൽ നോക്കിയാൽ കാണാൻ കഴിയും. വലിയൊരു നിരയാണ് ഇപ്പോൾ ഗ്രൗണ്ടിൽ കാണാൻ കഴിയുന്നത്. വലിയൊരു നീണ്ട നിര തന്നെ കാണാൻ സാധിക്കും നമ്മുടെ ഗ്രൗണ്ടിൽ. അന്നദാനം ഏകദേശം 12 മണിയോടുകൂടി ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ഏകദേശം 1 മണിയോടുകൂടി അടുക്കുന്നു.
വളരെ വലിയ തിരക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഗ്രൗണ്ടിൽ. 12 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ അന്നദാനം ഇപ്പോൾ ഏകദേശം 1 മണിയോടുകൂടി അടുക്കുന്നു. അന്നദാനം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. സ്റ്റേജിലെ മറ്റ് ഉള്ള സമ്മേളനവും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഉടൻ തന്നെ അന്നദാനം ആരംഭിക്കുന്നതാണ്. അന്നദാനത്തിൽ പങ്കെടുക്കാൻ വന്ന ആളുകളുടെ നീണ്ട ഒരു ക്യൂ തന്നെയാണ് ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സാക്ഷി ടിവിയുടെ പ്രിയ പ്രേക്ഷകരെ എല്ലാവരെയും ഞങ്ങൾ ഈ തത്സമയ സംരക്ഷണത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പൊ ഒരു വേറിട്ട കാഴ്ച, എല്ലാവരും കോടയൊക്കെ പിടിച്ചാണ് നിൽക്കുന്നത്. ഇവിടെ ഒരാൾ ഹെൽമെറ്റ് ഒക്കെ ഇട്ട് വെയിൽ കൊള്ളാതെ നിൽക്കുകയാണ്. എന്നാലും നമ്മൾ അന്നദാനത്തിൽ പങ്കെടുത്തിട്ട് പോകും. ഹെൽമെറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് ബാഗൊക്കെ തൂക്കി ഒക്കെയാണ് പിന്നെ എല്ലാവരും കുടുംബസമേതം അന്നദാനത്തിൽ എത്തിയിട്ടുണ്ട്. ഒരു നീണ്ട ക്യൂ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമ്മുടെ ദൃശ്യത്തിൽ കാണാം, നമുക്ക് അവിടെ ഇത്രയും ദൂരമുണ്ട്. ഏകദേശം ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിനേക്കാൾ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ദൂരത്തിലാണ് ആ അന്നദാനപ്പുര കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഏകദേശം എനിക്ക് തോന്നുന്നത് നല്ലൊരു നീണ്ട നേരം തന്നെയാണ്. അവിടെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അവിടെയൊക്കെ തൽക്കാല ശമനത്തിനായിട്ട് എല്ലാവരും ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ഈ വെയിലിന്, ഈ ചൂടിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. കുടയില്ലാത്തവർ ഹെൽമെറ്റ് ഒക്കെ ആയിട്ടൊക്കെയാണ് വന്നേക്കുന്നത്. കുട മാറ്റണ്ട, മോഹമൊക്കെ കാണണ്ട. വളരെ വലിയ നീണ്ട ഒരു ക്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു തിരുവാതിര കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് ഇവിടെ ഒരു അന്നദാനം ഈ ക്ഷേത്ര ചടങ്ങുകളുടെ മുന്നോടിയായിട്ട് നടത്തപ്പെടുന്നത്. അപ്പൊ ആ അന്നദാനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുട്ടികൾ ഉൾപ്പെടെ മുതിർന്നവർ ഉൾപ്പെടെ പ്രായമായവർ ഒക്കെ ഈ അന്നദാനത്തിൽ പങ്കാളികളാവാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. സാക്ഷി ടിവിയുടെ പ്രിയ പ്രേക്ഷകരെ ഞങ്ങൾ ഈ തത്സമയ ദൃശ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഇവിടെ പിന്നെ ക്യൂവിൽ നിൽക്കുന്നവർക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നുണ്ട്. കുടിവെള്ളം നിൽക്കുന്ന സ്ഥലത്ത് അവർ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കുടിവെള്ളം. അന്നദാനം തുടങ്ങിക്കഴിഞ്ഞ് കഴിച്ചവർ പുറത്തേക്ക് പോവുകയാണ്. കഴിക്കാനുള്ളവർ ക്യൂവിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും വെയിലായതുകൊണ്ട് എല്ലാവരും ഇവിടേക്ക് ഇരിക്കുകയാണ്. നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. പിന്നെ താഴെ മുതൽ തുടങ്ങിയ ആ ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന് തുടങ്ങിയ ക്യൂ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയും. ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോയിക്കണം. ആ താഴെ നിന്നുള്ള ക്യൂ മുകളിലേക്ക് വന്നിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ആ ഗ്രൗണ്ട് മൊത്തത്തിൽ കറങ്ങി ഇങ്ങനെ വന്നേക്കുവാണ്. ദൃശ്യത്തിൽ കാണാൻ കഴിയും. വളരെ വലിയ രീതിയിലുള്ള ഒരു തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഏകദേശം സമയം 1 മണിയോട് അടുക്കുന്നു. നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങൾ കാണാൻ കഴിയും. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അകത്ത് നിന്ന് ഭക്ഷണം കഴിച്ചവർ പുറത്തേക്ക് വരികയാണ്. കഴിക്കാനുള്ളവർ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ്. എത്ര നേരം വരെ ഉണ്ടാവുമെന്നറിയില്ല. 3000-ലധികം ആളുകൾക്കുള്ള ഭക്ഷണമാണ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. നമുക്കിതിനകത്തേക്കൊന്ന് പോവാം. വളരെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വളരെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നമുക്ക് ഒരുപക്ഷെ അകത്തേക്ക് കടക്കാൻ പറ്റാത്ത അത്രയും തിരക്കാണ്. നമുക്ക് അകത്തേക്ക് കടക്കാനുള്ള വഴി പോലും ഇല്ലാതെ അത്രയും ഭയങ്കരമായ തിരക്കാണ്. ഇതുവഴി ആരെയും കടത്തിവിടുന്നില്ല. അപ്പുറത്തൂടെയാണ് വഴി. കഴിക്കുന്നവർക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഭക്ഷണം കഴിക്കാൻ എത്തിയിട്ടുണ്ട്. വളരെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്.
ദൃശ്യങ്ങളിൽ കാണാം വളരെ വലിയൊരു തിരക്കാണ്. ഭക്ഷണം കഴിച്ചവർ പുറത്തേക്ക് പോകുന്നു, കഴിക്കാനുള്ളവർ അകത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുടിവെള്ളം വിതരണം നടക്കുകയാണ്. നിരവധി ആളുകളാണ് ഈ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെ വലിയൊരു തിരക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തിരുവാതിര കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള ആളുകളുടെ ഒരു നീണ്ട നിര തന്നെ ഇവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ കാണാം. പിന്നെ അച്ചാറ്, പിന്നെ തോരൻ, പച്ചടി, പിന്നെ സോയാബീൻ, അവിയല്, സാമ്പാർ, അത് വേണ്ട എല്ലാവിധമായിട്ടുള്ള എല്ലാം തന്നെ അവരുടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഇത് ഗണപതിക്ക് വെച്ചതല്ലേ? ആ ഗണപതിക്കായിട്ട് എടുത്ത് മാറ്റി വെച്ചതാണ്. അതുകൊണ്ടാണ് അവര് വിളമ്പാൻ തുടങ്ങുന്നത്. അതിനകത്ത് ഇവിടെ പായസം, പുളിശ്ശേരി, എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ രണ്ടാമത് ചോറ് കൊടുക്കുക. ഇവിടെ ചോറ് വാങ്ങി അങ്ങോട്ട് പോവാം. വളരെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തൂടെയാണ് ക്യൂ വന്നിരിക്കുന്നത്. ഈ പിന്നെ ഈ കവാടത്തിന്റെ വലതുഭാഗത്തു കൂടിയും അതുപോലെ ഇടതുഭാഗത്തു കൂടിയും ആണ് ക്യൂ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യത്തിൽ കാണുന്ന പോലെ അവിയല്, സാമ്പാർ, തോരൻ, പച്ചടി, പുളിശ്ശേരി, സോയാബീൻ വെച്ചിട്ടുള്ള ഒരു കറി, പിന്നെ പായസം, എന്ന് വേണ്ട എല്ലാം ഒരു പിന്നെ കല്യാണത്തിന് വിളമ്പുന്ന സദ്യ പോലെ തന്നെ വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു അന്നദാനം, ഒരു സദ്യ തന്നെയാണ് ഇവിടെ ഇതിന്റെ ഭാരവാഹികൾ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു തിരക്കാണ് കാണാൻ സാധിക്കുന്നത്. പ്രസിഡന്റ് നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യത്തിലേക്ക് പോകാം. ദേവസ്വം ബോർഡിൽ പ്രസിഡന്റ് അവിടെ ഉണ്ട് കേട്ടോ. കവർ ചെയ്യണം. ഇവിടേക്ക് പോകാം. ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ വളരെ വലിയ തിരക്കാണ് നമുക്ക് ഈ ഓഡിറ്റോറിയത്തിൽ കാണാൻ കഴിയുന്നത്. നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവിടെ അന്നദാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രസിഡന്റ് ഭക്ഷണം കഴിക്കുകയാണ്. അന്നദാനമൊക്കെ എങ്ങനെയുണ്ട്? ഗംഭീരമായിട്ടുണ്ട്. അതെ, നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമ്മുടെ അന്നദാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് വളരെ നല്ല അടിപൊളി ഭക്ഷണം എന്നാണ് അദ്ദേഹം പറയുന്നത്.
അപ്പൊ സാർ ഇവിടെ ഇപ്പൊ എത്ര വർഷമായിട്ട് ഇപ്പൊ ഇവിടെ ഞാൻ 2010-ലാണ് ആദ്യമായിട്ട് വരുന്നത്. എന്റെ വൈഫിന്റെ മാമൻ ഇവിടുത്തെ പിന്നെ കഴകക്കാരനായിരുന്നു. അതെ അദ്ദേഹത്തിന്റെ അടുത്താണ് ഞാൻ ആദ്യം വരുന്നത്. അന്ന് വരുമ്പോ ഇവിടെ ഇത്രയും സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ ഒരു മാറ്റം ഭയങ്കരമാണ്. അപ്പൊ അതിന് ഇവിടുത്തെ ഭക്തജനങ്ങളും ഇവിടുത്തെ സുമനസ്സുകളും ഇവിടുത്തെ ഉപദേശ സമിതിയും അവരെല്ലാം കൂടി ഉപദേശ സമിതിയും എല്ലാം കൂടി ഒരുമിച്ച് ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു മാറ്റം നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റിയത്. പിന്നെ അമ്മയുടെ അനുഗ്രഹം. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷമായ അനുഭവം എന്ന് പറയുന്നത് ഈ പള്ളിയറക്കാവിന്റെ നവീകരണം. അതാരും അങ്ങനെ ഏറ്റെടുക്കുന്ന ഒരു പ്രവൃത്തിയല്ല. ഒന്ന് ഇവിടുത്തെ അമ്മയെ കുറിച്ച് വലിയൊരു വിശ്വാസമുണ്ട്. അകത്ത് കാണുന്നത് പുറത്ത് പറയാൻ പാടില്ല. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റെടുക്കുവാനോ അതുമായി ബന്ധപ്പെട്ട ഒരു പള്ളിയറയുടെ നവീകരണം എന്ന് പറയുന്നത് അത് ഒരു ഒരു അപൂർവമായ ഏറ്റെടുക്കലാണ്. അത് അപൂർവമായി തന്നെ അവർ ഏറ്റെടുക്കുകയും അതിനെ മുന്നോട്ട് വന്ന മുൻ പ്രദേശ സമിതിയുടെ ഭാരവാഹികളുണ്ട്, വികാസമുണ്ട്, അനിലുണ്ട്. അത് സമർപ്പിക്കുവാൻ വേണ്ടി എത്തിയ ശ്രീ ജയചന്ദ്രൻ അവരുടെ ഒരു എന്താ പറയാ, അവരുടെ ഒരു ധൈര്യവും അവരുടെ ഒരു വിശ്വാസവും അവരുടെ ഒരു ഒക്കെ ആ ഒരു കരുത്തിനെ ഞങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭിനന്ദിക്കുകയാണ്. അവരിലൂടെ കൈവന്ന ഒരു ഭാഗ്യം എന്ന് പറയുന്നത് അമ്മയുടെ അനുഗ്രഹമാണ് അത് പൂർത്തീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന ഒരു കാര്യം കേവലം അവർക്ക് മാത്രമല്ല, ഈ പ്രദേശത്തിനാകെയാണ്. അപ്പൊ അവർ ഒരു പ്രതിനിധികളായി നിന്നുകൊണ്ട് ഈ പ്രദേശത്തിനാകെ അമ്മയ്ക്ക് അനുഗ്രഹം പകരുന്ന രീതിയിൽ ഒരു പള്ളിയറ സമർപ്പിക്കാൻ കഴിഞ്ഞത്, അതിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഒരു വൈശിഷ്ട്യമായും പുണ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നൂറ്റാണ്ടുകൾക്ക് ഇടയിൽ വളരെ അപൂർവമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒരു വലിയ പുണ്യമായി അനുഗ്രഹമായി ഞാൻ കാണുകയാണ്. എന്തായാലും ഇവിടുത്തെ ഭക്തജനങ്ങളും സുമനസ്സുകളും എല്ലാവരും ഇത്തരം ചടങ്ങുകളുമായി ഇത്തരം ക്ഷേത്ര നവീകരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിൽ ഉള്ള സന്തോഷവും അതിലുള്ള അവരുടെ അനുഗ്രഹം, അമ്മയുടെ അനുഗ്രഹം അവർക്കെല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ അന്നദാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വാക്കുകളാണ് നമ്മൾ സാക്ഷി ടിവിയുടെ പ്രേക്ഷകർ കേട്ടത്. നമ്മുടെ ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒക്കെ ആണ് അദ്ദേഹം വിശദീകരിച്ചത്. ഭക്ഷണത്തെക്കുറിച്ച് പിന്നെ പറയേണ്ട കാര്യമില്ല. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഭക്ഷണം തന്നെയാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, ഭക്ഷണം എങ്ങനെയുണ്ട്? നല്ല ഭക്ഷണം, എല്ലാം അടിപൊളിയല്ലേ? എല്ലാ ഭക്ഷണമുണ്ട്, എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. കല്യാണത്തിന് പോയ പോലെ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ വളരെ അടിപൊളി ഭക്ഷണമാണ്. ഒരു കല്യാണത്തിന് പോകുന്ന അതേപോലെ തന്നെ എല്ലാം വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണമാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു ജനത്തിരക്കാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അതെ ഒരുപാട് ജനം വന്നിട്ടുണ്ട്. ഏകദേശം 3000-ഓളം ആൾക്കാർക്കില്ലേ? അതെ, ഏകദേശം 3000-ഓളം ആളുകൾക്ക് ഉള്ള ഭക്ഷണമാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ കടയ്ക്കൽ തിരുവാതിരയ്ക്കുള്ള ആ ഒരു ജനത്തിരക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എന്നല്ല, അതുപോലെ തന്നെയുള്ള ഒരു തിരക്കാണ് ഇന്നിപ്പോൾ നമുക്കിവിടെ അനുഭവപ്പെടുന്നത്. ഈ ഗ്രൗണ്ടിൽ കാണുന്നേക്കാൾ കൂടുതൽ ആളുകൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. വളരെ വലിയൊരു ക്യൂ ആണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് പുറത്തേക്കുള്ള ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോവാം. കുട്ടികളൊക്കെ തറയിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാഴ്ചകളാണ്. അപ്പൂപ്പന്റെ മടിയിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. നമ്മുടെ ദേവിയുടെ പ്രസാദമായിട്ട് കണക്കാക്കപ്പെടുന്ന ഈ ഒരു അന്നദാനത്തിൽ പങ്കാളികളാകുവാനായിട്ട് നാനാജാതി മതസ്ഥരും ജാതിഭേദ മതഭേദമന്യേ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു ഉത്സവം തന്നെയാണത്. ഈ ഒരു ചടങ്ങിന്റെ നിന്നുള്ള മറ്റുള്ള ദൃശ്യങ്ങളിലേക്ക് സാക്ഷി ടിവി നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഈ തത്സമയ സംരക്ഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റൊക്കെ ആയിട്ടുള്ള ചേട്ടനാണ് ഇവിടെ നിൽക്കുന്ന. അദ്ദേഹത്തിനോട് 2 വാക്ക് ചോദിക്കാം. നമ്മുടെ ഇന്നത്തെ ചടങ്ങിനെ കുറിച്ച് ഒരു 2 വാക്ക്. വളരെ ഭംഗിയായിരുന്നു. തിരുവാതിര പോലെ ഭയങ്കര ആള് കൊണ്ടുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇരട്ട ആളായി. ആദ്യം അരി ഇട്ടു, രണ്ടാമത് വീണ്ടും ഇട്ടു. ഇതൊന്നും തികയൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് തിരുവാതിരയെക്കാട്ടി ആള് വരുന്നുണ്ടെന്ന് തോന്നുന്നു. എത്ര പേർക്കുള്ള ഭക്ഷണം ഉണ്ടാവുന്നു? ഏകദേശം ഇപ്പൊ ആദ്യം ഒരു 3000 പേര്. 3000 പേർക്കുള്ള ഭക്ഷണം ആദ്യം. ഏത് വർഷത്തിലായിരുന്നു പ്രസിഡന്റ് ആയിട്ട് ഇരുന്നിട്ടുള്ളത്? പ്രസിഡന്റ് ആയിട്ടില്ല ഞാൻ. പിന്നെ പ്രസിഡന്റ് ആയിട്ടില്ല. ഞാൻ ഉപദേശ സമിതിയിലുണ്ടായിരുന്നു. ഉപദേശ സമിതിയിലുണ്ടായിരുന്നു.
പിന്നെ പേരെന്താണ്? രാധാകൃഷ്ണൻ ഗോവിന്ദമംഗലം. ഗോവിന്ദമംഗലം ശ്രീ രാധാകൃഷ്ണപിള്ള ചേട്ടനാണ് നമ്മളോടൊപ്പം ഇപ്പോൾ സംസാരിച്ചത്. നീണ്ട നിര തന്നെ വീണ്ടും ആവർത്തിച്ചു വരികയാണ്. ഈ അന്നദാനത്തിൽ പങ്കെടുക്കാനായിട്ട് വീണ്ടും വീണ്ടും ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയ പ്രേക്ഷകരെ, സാക്ഷി ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഈ ദിവസത്തേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോ പ്രിയമുള്ളവരെ, സാക്ഷി ടിവിയോടൊപ്പം ചേർന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ദേവി ഭക്തർക്കും ഒക്കെ സാക്ഷി ടിവിയുടെ നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കുകയാണ്. തുടർന്നും ഞങ്ങളുടെ വീഡിയോയും ലൈവും ഒക്കെ എല്ലാവരും കാണണം, ഷെയർ ചെയ്യണമെന്നൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയ്ക്കൊപ്പം നമ്മോടൊപ്പം ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹൃദയമായ നന്ദി അറിയിച്ചുകൊണ്ട് ക്യാമറാമാൻ കുമാറിനൊപ്പം ഉണ്ണികൃഷ്ണൻ കടയ്ക്കൽ. താങ്ക് യു.